ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ ഇതാ എൻ്റെ മോനും മദ്രസയിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് ചൂടുവെള്ളവും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ അത് കഴിച്ചിട്ട് ഏറെ പോകും. പിന്നെ എൻ്റെ ചെറിയ മോള് ഏറെ പോയതിന് ശേഷം എൻ്റെ തന്നെ എണിക്കുന്നത്. അപ്പോൾ രാവിലെ ഓളെ ഉറക്കാനായിട്ട് ഞാൻ പോയിട്ട് ഒരു 7:30 ആകുമ്പോൾ പിന്നെ പുറത്തേക്ക് വരിക. അപ്പോൾ ഇതാ എൻ്റെ ഉമ്മ അടിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ മുട്ടൻ്റെ തോടും പിന്നെ ചായൻ്റെ പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചെടിക്കല്ലിടാൻ, റോസിൻ്റെ ചെടിക്കല്ല്. അങ്ങനെ ഞാനത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിട്ട്. അപ്പോഴത്തേക്ക് ചെറിയ വേറെ ചെടിയെല്ലാം പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പറിച്ചിട്ടെടുത്തു. പിന്നെ പേരൻ്റെ അകത്ത് കുറച്ചധികം ക്ലീൻ ആക്കാനുണ്ടായി. അപ്പോൾ അത് ടേബിൾ അങ്ങനെ തുടച്ചിട്ട് വൃത്തിയാക്കി. പിന്നെ എത്ര ക്ലീൻ ആക്കിയ പോലെ നിൽക്കുന്നില്ല. ഇപ്പോൾ ഒന്നാമത് ചൂടക്കാലം, പുറത്ത് റോഡ് സൈഡ് പോരായത് കൊണ്ട് പിന്നെ പൊടിയെല്ലാം ഉള്ളിൽ തന്നെ ഇങ്ങനെ വരുന്നു. പിന്നെ കുഞ്ഞു പിള്ളേരുള്ള സ്ഥലത്ത് ഇങ്ങനെ വൈറ്റെല്ലാം ആക്കിയെങ്കിൽ പിന്നെ ഒരു എല്ലാ സ്ഥലത്തും പൊടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ കൈൻ്റെതെല്ലാം അയൽക്കന്നായിട്ട് പിന്നെ ഡെയിലി ക്ലീൻ ആക്കേണ്ട തന്നെ ആവശ്യം വരുന്നു. അങ്ങനെ അതെല്ലാം ജസ്റ്റ് തുടച്ചിട്ടെടുക്കും ഡെയിലി. അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കിയ ശേഷം പിന്നെ വാഷ് ബേസ് അങ്ങനെ അത് തുടക്കാനെല്ലാം ഉണ്ടായി. അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ട് റെഡിയാക്കി. അപ്പോൾ ഡെയിലി തുടക്കുന്നുണ്ട്. അങ്ങനെ കുറേ പൊടിയെല്ലാം ഇരിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് തുടച്ചിട്ട് വെച്ചെങ്കിൽ നല്ലതല്ലേ. എപ്പോൾ ഡെയിലി ക്ലീൻ ആക്കിയെങ്കിൽ അങ്ങനെ നമുക്ക് വീക്കിലി ഒരു പണി വരാമല്ലോ. അങ്ങനെ അതുകൊണ്ട് ഡെയിലി ഇങ്ങനെ ജസ്റ്റ് തുടച്ചിട്ടെടുക്കും എല്ലാ സ്ഥലവും. പിന്നെ റോഡ് സൈഡ് പോരായത് കൊണ്ട് തന്നെ എല്ലാം നല്ലോണം പൊടിക്കുന്നു. ഈ ഭാഗത്തെല്ലാം നല്ലോണം പൊടി പൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രാവിലെ തുടച്ചെങ്കിൽ ഈവനിങ് ആകുമ്പോൾ അതേപോലെ ആയിരിക്കും അതിൻ്റെ അവസ്ഥ. അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് വേറെയും കുറേ പണികളുണ്ടായി. പിന്നെ ഞങ്ങളെ പുര മുമ്പത്തത് പൊളിച്ചിട്ട് പിന്നെ ഇപ്പോൾ 1 year ആയി ചേഞ്ച് ആക്കിയിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് പണി തീർന്നിട്ട് ഇനിയും കുറേ പണി ബാക്കിയുണ്ട്. അപ്പോൾ ഇതാ ബേസിൻ്റെ ഇവിടെ എല്ലാം കുറേ പണി ബാക്കിയുണ്ട്. ബേസിൽ ഇങ്ങനെ പിള്ളേർ അപ്പോൾ വന്നിട്ട് മുഖം കൈക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ ഒരു പരിവായിട്ടിരിക്കുന്നു ഈവനിങ് എല്ലാം ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ അതെല്ലാം തുടച്ചിട്ടെടുക്കുക, ഇട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതും കഴുകിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ച്. ക്ലീൻ എത്ര ആക്കിയാലും മതിയാവില്ല. അപ്പോൾ അതെല്ലാം അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് വരുമ്പോഴേക്ക് എൻ്റെ 3ാമത്തെ മോൻ എണിച്ച്. അപ്പോൾ എനിക്ക് 2.5 വയസ്സായി. അങ്ങനെ അവനെ ബ്രഷ് ആക്കാനെല്ലാം ഇരുത്തി. അപ്പോൾ അവനക്ക് ഇവിടെ തന്നെയാണ്, ഈ സ്ഥലത്ത് തന്നെയാണ് ബ്രഷ് ആക്കണമെങ്കിൽ. അങ്ങനെ അവിടെ പൊടിച്ചിട്ട് ഇരുത്തി. എന്നെ ബ്രഷ് ആക്കാൻ വിടാല്ല, ഓനെന്നെ ബ്രഷ് ആക്കണം. അങ്ങനെ കയ്യിൽ മേങ്ങിൽ പൊടിച്ചിട്ട് ക്യാമറ ഉണ്ടോണ്ട് ചിരിക്കുന്നു. ഓനെ നോക്കട്ടാന്ന് കേൾക്കുന്നത് ക്യാമറയിൽ പോയിട്ട്. അപ്പോൾ തുടക്കാൻ വിടാല്ല, ഞാൻ തുടക്കും ചൊല്ലിയിട്ട്. അങ്ങനെ പിന്നെ ഓനെ പല്ല് തുടക്കാൻ അവിടെ വിട്ടിട്ട് ഞാൻ പിന്നെ അവിടെ ഇൻഡോർക്ക് വെള്ളം കൂട്ടിയിട്ട് വെച്ച്. അത് എത്ര വെള്ളം കൂട്ടിയെങ്കിലും രാവിലെ ആകുമ്പോൾ കാലിയായിട്ടിരിക്കുന്നു. അങ്ങനെ അതെല്ലാം ഫില്ലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഓനെ പല്ല് തുടക്കുമ്പോഴേക്ക് എൻ്റെ ആ ഒരു പണിയും കൂടി കഴിഞ്ഞു കിട്ടി. പിന്നെ പുറത്ത് വരുമ്പോഴേക്കും അതാ ദോശ കിടന്നു. അങ്ങനെ എൻ്റെ ഉമ്മ വാഷിംഗ് മെഷീനിൽ തുണിപ്പായിലിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ രാത്രിക്ക് ചിക്കൻ്റെ ചാറും പിന്നെ ചിക്കൻ്റെ മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാ തേങ്ങ അടിച്ചതിൻ്റെത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ തേങ്ങ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പണ്ടത്തെ കുറേ വർഷമായിട്ട് ഞങ്ങളവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ഉപയോഗിച്ച തേങ്ങൻ്റെ ഇത് അതാണ് ഞങ്ങൾ ഇപ്പോൾ തേങ്ങ ചേർക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ തേങ്ങ എല്ലാം ചേർച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ ചോറിനരി ഇടാനുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് പുറത്തൊന്ന് അടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചിട്ടെല്ലാം വെച്ചിട്ട്
രാവിലത്തെ ഫസ്റ്റത്തെ റെഡി. അപ്പോൾ രാവിലെ ഞാൻ ഫസ്റ്റ് ഫുള്ളായിട്ട് ക്ലീൻ ആക്കുമ്പോൾ ഈ മാച്ച് വെച്ചിട്ട് അടിക്കും. പിന്നെ കച്ചറെല്ലാമെങ്കിൽ പിന്നെ ബ്രഷ് വെച്ചിട്ടാണ് അടിക്കൽ. അപ്പോൾ രാവിലെ കുറച്ച് ക്ലീൻ ആക്കിയിട്ട് വെച്ച് പിന്നെ ഉമ്മ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ പോയിട്ട് അരി കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ 2 അടുപ്പുണ്ടെങ്കിലും ചോറ് വെക്കുന്നത് പുറത്ത്. ഉമ്മക്ക് അതിഷ്ടം അങ്ങനെ ചോറ് വെക്കുന്നത് പുറത്ത്. അങ്ങനെ അരി കൊണ്ടുപോയിട്ടിട്ട് പിന്നെ എൻ്റെ ചെറിയ മോൾക്ക് സുഖമില്ല, പനി, ജലദോഷം, കഫക്കെട്ടെല്ലാമായിട്ട് അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ മരുന്ന് കൊടുക്കാൻ വലിയ പണി എങ്ങനെയെങ്കിലും കൊടുപ്പിച്ച്. പിന്നെ എൻ്റെ മക്കൾ ലഞ്ചിന് ശേഷമാണ് ഞാൻ ജനലിൻ്റെ ഇതെല്ലാം തുറക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് റെഡിയാക്കി. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ മത്തി കൊണ്ടിട്ടുണ്ടായി ഉച്ചക്ക്. അങ്ങനെ അത് ക്ലീൻ ആക്കുന്നു കറി വെക്കാൻ. അപ്പോൾ പിന്നെ ഉമ്മ മത്തീൻ്റെ മുളക് കറി വെച്ച്. അങ്ങനെ ഉച്ചക്കത്തത് റെഡിയായി. ഉച്ചക്കപ്പോൾ മത്തിക്കറിയും പിന്നെ ചോറും. പിന്നെ അതിന് ശേഷം ഉമ്മ തുണിക്കുപ്പായെല്ലാം എടുക്കുന്നു മടിക്കത്തെല്ലാം വെച്ചിട്ട് റെഡിയാക്കിയിട്ട് തരുന്നു. ഉമ്മ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചിട്ടൊരു പണിയില്ല. ഉമ്മമാർ നമ്മൾ വന്നെങ്കിൽ അങ്ങനല്ലേ, അപ്പോൾ അവർക്ക് പോയെങ്കിലും അങ്ങനെ ഓരോ നമ്മുടെ അടുത്തേക്ക് വന്നെങ്കിൽ നമ്മൾ ഫ്രീ ആണ്. പിന്നെ രാത്രി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കന് രാത്രിക്ക് റെഡിയാക്കിയത്. പിന്നെ ചായ വെച്ചിട്ട് തേങ്ങയെല്ലാം ചെറുകിയിട്ട് ചാറിന് വേണ്ടിയിട്ട് തേങ്ങയും പിന്നെ ഉള്ളിയും ജീരകവും കറിവേപ്പില ഇട്ടിട്ട് വറുത്തിട്ടെടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരിച്ചിട്ടെടുക്കും. പിന്നെ ഇത് മുളക് വറുത്തിട്ടെടുത്ത് അങ്ങനെ ഞാൻ അരച്ചിട്ട് കൊടുത്ത് ഉമ്മ കറി വെച്ച്. അപ്പോൾ രാത്രിക്ക് മുളക് കറിയും ചാറും പിന്നെ നെയ്ച്ചോറാക്കി. അപ്പോൾ ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് അത്. ഉച്ചക്ക് പിന്നെ മത്തിക്കറിയും ചോറുണ്ടാവില്ല. അങ്ങനെ ഉച്ചക്കത്തത് അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ രാത്രിയത്തെ പണിയെല്ലാം ഈവനിങ് തന്നെ റെഡിയാക്കിയിട്ട് വെച്ച്. പിന്നെ ഉമ്മ തുണി മടക്കിയിട്ട് വെച്ചതെല്ലാം അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം പോയിട്ട് റെഡിയാക്കിയിട്ട് കപ്പാട്ടിൽ വെച്ച്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് മഗ്‌രിബിന് പള്ളിക്ക് പോകുന്നത്. അങ്ങനെ പള്ളിക്കും പോയി.